ഗൈസ്, വെൽക്കം ബാക്ക് ടു വി ആർ ലേണിംഗ് ഹൗ ടു ഇൻക്രീസ് സ്റ്റിച്ചസ് ഇൻ ക്രോഷറ്റ്. മുൻപത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ക്രോഷറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റിച്ചസാണ്. അതിൽ ഇൻക്രീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇൻക്രീസ് ഈസ് ഈക്വൽ ടു 2 സ്റ്റിച്ചസ് ഇൻ 1 ചെയിൻ എന്നാണ് പറയുക. നമ്മൾ സാധാരണ ഒരു ചെയിനിൽ, അതായത് ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നു, പിന്നെ അടുത്ത ചെയിനിലാണ് അടുത്ത സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക. എന്നാൽ ഇൻക്രീസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഫസ്റ്റത്തെ ചെയിനിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വീതി കൂടാനും അതുപോലെ നമ്മുടെ വർക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഇൻക്രീസ് സ്റ്റിച്ചസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ചെയിനിൽ നമ്മൾ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷറ്റ് ചെയ്തു. ഇനി അടുത്ത ചെയിനിലും ഇതുപോലെ 2 സിംഗിൾ ക്രോഷറ്റ് ചെയ്യും. അങ്ങനെ തുടരെ ചെയ്തു പോകും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റും ഒക്കെ ചെയ്യാം. ഏത് സ്റ്റിച്ചസ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി സിംഗിൾ ക്രോഷറ്റാണ് നല്ലത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിക്രീസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.